റൂട്ട് കനാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കേരീസ്. നമ്മൾ മുകളിൽ ഒരു ചെറിയൊരു കുത്തുപോലെ കണ്ടു. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുത്തുപോലെ കണ്ടു, ഇവിടെ മുകളിലൊരു കുത്തുപോലെ കണ്ടു, ഇതിൻ്റെ അടിയിൽ കറുത്ത കണ്ട. അപ്പോൾ ഇൻഫെക്ഷൻ ഇസ് ഗോൺ ഓൾ ദ വേ ഡൗൺ. അപ്പോൾ ഈ ഇൻഫെക്ഷൻ വേര് വഴി എത്തുമ്പോഴാണ് റൂട്ട് കനാൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുക. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ RCT, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ബേസിക്കലി പല്ലിൻ്റെ ഹോൾ, ഒരു ചെറിയൊരു ഹോള് വലുതാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പിനെ നമ്മൾ ബ്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇങ്ങനെ സനക്കി എന്ന് വെച്ചിട്ട് തിരിച്ച് പൾപ്പിനെ പുറത്തേക്ക് എടുത്ത് കളയും. അപ്പോൾ പല്ല് ഡെഡായി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് വെച്ചിട്ട് ഫില്ല് ചെയ്യും, ഇനേർട്ട് മെറ്റീരിയൽസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്യും. ആ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് അവിടുത്തെ ഹെൽത്തി ആക്കി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഡെർമിസ് ഒന്നും ഇല്ലാന്ന് കണ്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇനേർട്ട് മെറ്റീരിയൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കഴിയും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ടൂത്ത് ഇസ് ഡെഡ്, അത് ലൈവ് അല്ല. ചാൻസസ് ഓഫ് ഫ്രാക്ചർ ഇസ് വെരി ഹൈ. അപ്പോൾ നമുക്കൊരു ക്രൗൺ അതിൻ്റെ മുകളിൽ, ക്രൗൺ ഹോൾഡ്സ് ദ ഹോൾ ടൂത്ത് ടുഗെദർ. മിക്ക ആൾക്കാരും റൂട്ട് കനാൽ ചെയ്തിട്ട് ക്രൗൺ ചെയ്യില്ല, എന്നിട്ട് പൊട്ടിയിട്ട് ഡോക്ടറെ പല്ല് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് വരും. ഡോക്ടറിൻ്റെ മേത്ത് ബ്ലെയിം